നമ്മൾ എപ്പോഴും ഈ പറയാറുള്ളത് സ്ത്രീകളുടെ ദുഃഖങ്ങളെക്കുറിച്ചും സ്ത്രീകൾ അനുഭവിക്കുന്ന പ്രശ്നങ്ങളെക്കുറിച്ചാണ്. പക്ഷെ സ്ത്രീകളെക്കാൾ ഭീകരമായിട്ട് ദാമ്പത്യത്തിൽ അനുഭവിക്കുന്ന പുരുഷന്മാരുണ്ട്. നമ്മൾ ആ വിഷയങ്ങളൊന്നും ആരും സംസാരിക്കാറ് പോലും ഇല്ല എന്ന് തോന്നുന്നു. ഭയങ്കര സംസാരിക്കാറുണ്ട്. പൊതുവെ നമ്മൾ എപ്പോഴും കണ്ടിട്ടുള്ളത് പുരുഷന്മാര് സ്ത്രീകളെ ഉപദ്രവിക്കുന്നതിനെ കുറിച്ച്, സ്ത്രീകൾ അനുഭവിക്കുന്ന അബലയും ചബലയും ഒക്കെ ആയിട്ടുള്ള സ്ത്രീകളെ കുറിച്ചൊക്കെയാണ് സംസാരിക്കുന്നത് കേട്ടിട്ടുള്ളത്. പക്ഷേ ചില പെണ്ണുങ്ങളുണ്ടല്ലോ, ചില ആണുങ്ങളുടെ ജീവിതം അങ്ങോട്ട് നശിപ്പിച്ച് കൈ കൊടുക്കും. ടോക്സിസിറ്റി എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ ചില ആൾക്കാർ നമ്മുടെ അടുത്ത് വന്ന് ഇങ്ങനെ സങ്കടം വന്ന് കരഞ്ഞിട്ടൊക്കെ പറയാറുണ്ട്. ഒരു തരത്തിലും ജീവിക്കാൻ സമ്മതിക്കാത്ത ഭാര്യമാർ. കല്യാണം കഴിക്കുമ്പോൾ നമ്മൾ എന്തൊക്കെയാണ് നോക്കുക, കാണാൻ എങ്ങനെയുണ്ട്, അത്യാവശ്യം സ്വത്തൊക്കെ ഉണ്ടോ, ഇങ്ങനെയൊക്കെയുള്ള കാര്യങ്ങൾ നോക്കി കല്യാണം കഴിച്ച് വീട്ടിനകത്ത് കയറുമ്പോൾ തൊട്ട് ആദ്യം ഈ ചന്ദ്രേട്ടൻ എവിടെയാ പോലത്തെ സ്വഭാവത്തിലാണ് തുടങ്ങുക. അങ്ങോട്ടും ഇങ്ങോട്ടും ഇടം വലം തിരിയാൻ സമ്മതിക്കില്ല. ചന്ദ്രേട്ടൻ എവിടെയാണെന്ന് അറിയാനുള്ള റൈറ്റ് ഇല്ലേ? ഞാൻ സാങ്കേതികമായിട്ടല്ല പറയണേ, ഞാനൊരു ഉദാഹരണ സഹിതം പറയാം. ഇപ്പം ഒരു ഭർത്താവും ഒരു ഭാര്യയും രാവിലെ ജോലിക്ക് പോയി അവിടേക്ക് വിളിച്ചുകൊണ്ടിരിക്കുക. ഒരു വർക്ക് ചെയ്തുകൊണ്ടിരിക്കുന്ന ഒരാളാണ്. ഒരു 2 കോളോ 3 കോളോ വിളിച്ച് ഫോൺ എടുത്തില്ലെങ്കിൽ തൽക്കാലം ഒന്നും മിണ്ടാണ്ടിരിക്കുക, കുറച്ച് കഴിഞ്ഞിട്ട് വിളിക്കാം, അല്ലെങ്കിൽ മെസ്സേജ് അയക്കാം. ഒന്ന് അത്യാവശ്യമാണെങ്കിൽ അത്യാവശ്യമാണ് എന്നൊന്ന് തിരിച്ചു വിളിക്കുന്നു പറഞ്ഞു. ഇതങ്ങനെയല്ല, അയാൾ ഫോൺ എടുക്കുന്നവരെ വിളിച്ചുകൊണ്ടിരിക്കുക. നമ്മൾക്ക് ഓഫീസിൽ പലപ്പോഴും കാണാറുണ്ട്. ഇതിങ്ങനെ ഈ ആളുടെ ഫോൺ അടിക്കുമ്പോൾ അത് കെയറൊന്നുമല്ല. കെയറും ഡിസ്റ്റർബൻസിനെ കാട്ടി ഈ ടോക്സിസിറ്റിയുടെ വലിയ ഒരു സംഭവം എന്ന് പറയുന്നിടത്ത് ഒരു പെൺകുട്ടി അല്ലെങ്കിൽ ഒരു ആൾ വിവാഹം ചെയ്ത് കഴിഞ്ഞിട്ടുണ്ടെന്നുണ്ടെങ്കിൽ ഈ പെൺകുട്ടിയുടെ ആദ്യത്തെ ധാരണ തന്നെ ഭർത്താവിന് എനിക്ക് എക്സ്ക്ലൂസീവായിട്ട് കിട്ടണം. അപ്പോൾ ഭർത്താവിൻ്റെ കൂടെ ആരൊക്കെയുണ്ട്, പാരൻസ് ആണെന്നുണ്ടെങ്കിലും സിബ്ലിങ്സ് ആണെങ്കിലും എല്ലാവരും അകറ്റുക എന്നുള്ളൊരു മൈൻഡ് സെറ്റിൽ പല ആൾക്കാരും, ഞാൻ ജനറലൈസ് ചെയ്ത് പറയുമല്ല, കുറേ ടോക്സിക് ആയിട്ടുള്ള വൈഫുകളുടെ കാര്യം പറയുന്നത്. ശരിക്കും ഇൻസെക്യൂരിറ്റി അല്ലേ അത്? ഒരാൾക്ക് ഉണ്ടാവുന്ന ഇൻസെക്യൂരിറ്റി അല്ലേ? അതായത് ഞാൻ അയാളെ കൺട്രോൾ ചെയ്തില്ലെങ്കിൽ അയാൾ എന്റെ കൈവിട്ട് പോകുമെന്നുള്ളൊരു ധാരണ. ആ ഒരു ധാരണയിലേക്ക് ശരിക്കും പറഞ്ഞാൽ ദാമ്പത്യ ബന്ധം എന്ന് പറയുന്നിടത്ത് എന്താണ്, ഒരു ഗിവ് ആൻഡ് ടേക്ക് ആണ് അല്ലേ? അതിലും സ്ത്രീക്കും പുരുഷനും ഒരു സ്ഥാനമുള്ളത്. അപ്പൊ അങ്ങോട്ടും മോട്ടിവേറ്റ് ചെയ്ത് വിട്ടുകൊടുക്കുന്നതിന് പകരം ഞാൻ സ്ത്രീ അബലയല്ല, ഞാനത് കൺട്രോൾ ഏറ്റെടുക്കണം, അതുകൊണ്ട് ഞാൻ അവരുടെ പാരൻസ് പറയുന്ന ഇത്ര കേൾക്കേണ്ട ആവശ്യമില്ല, ഇതുകൾ പറഞ്ഞ ഇത്ര കേൾക്കേണ്ട ആവശ്യമില്ല, എനിക്ക് ഇൻഡിപെൻഡൻസ് വേണം എന്നൊക്കെ ധരിച്ചിട്ട് ഇവർ കാട്ടിക്കൂട്ടുന്ന ഇവരുടെ അറിഞ്ഞോ അറിയാതെ കാട്ടിക്കൂട്ടുന്ന പല കാര്യങ്ങളാണ് പല കുടുംബ ബന്ധങ്ങളുടെയും. ബിജേട്ടനും ഭാര്യയും കൂടി നടന്നു പോവാണ്. അപ്പോൾ ഭാര്യ ബിജേട്ടനേക്കാളും കുറച്ച് മുൻപന്തിയിൽ നിൽക്കുകയാണ് പല കാര്യങ്ങൾക്കും. അപ്പോൾ വേറൊരാള് ഭാര്യനെ പ്രൈസ് ചെയ്തുകൊണ്ട് നിങ്ങളോട് സംസാരിച്ചാൽ നിങ്ങൾക്കത് ഇഷ്ടപ്പെടും? അതൊക്കെ ഓരോരുത്തരുടെ വ്യക്തിപരമായ കാര്യമാണ്. അപ്പോൾ അതിന്റെ അടുത്ത് നിങ്ങളിൽ ടോക്സിസിറ്റി ഇല്ലാന്നാണ്. പക്ഷേ നമ്മൾ അത്രയും സിമ്പിളായിട്ട് ആ വിഷയത്തെ കാണരുത്. കാരണം ഈ ടോക്സിസിറ്റി ഉള്ള നേച്ചർ എന്ന് പറയുന്നത് അയാളുടെ ഒരു മാനസിക പ്രശ്നമാണത്. അയാൾ ഒരിക്കലും അവനവനിൽ സംതൃപ്തമാവില്ല, ഭയങ്കര ഇൻഫീരിയോറിറ്റി കോംപ്ലക്സ് ആയിരിക്കും. മറ്റുള്ളവർ എന്നെ മതിക്കുന്നില്ല, മറ്റുള്ളവർ എന്നെ സ്നേഹിക്കുന്നില്ല, മറ്റുള്ളവർക്ക് എന്നെ വേണ്ട എന്നൊരു തോന്നൽ അവരുടെ ഉള്ളിൽ എപ്പോഴും കിടക്കുന്നുണ്ട്. അപ്പം അതേസമയം ഇവർക്ക് മറ്റുള്ളവരുടെ മുന്നിൽ അവർ ഭയങ്കര നല്ല ആളായിട്ട് പ്രൊജക്റ്റ് ചെയ്യാൻ വേണം. അപ്പം മറ്റുള്ളവരെന്നവർ പറയുന്നത് ഇപ്പോൾ അവരുടെ ഫാമിലി, എൻ്റെ ഹസ്ബൻഡ്, എൻ്റെ കുട്ടികളൊക്കെ ബെസ്റ്റ് ആയിരിക്കണം എന്ന് പറഞ്ഞിട്ട് ഇവർ ഈ മനുഷ്യരെ ടോർച്ചർ ചെയ്യാണ്. ഫാമിലിക്ക് അകത്തുള്ള ഇവരുടെ ഏറ്റവും അധികം ഇവരെ സ്നേഹിക്കുന്ന ഇവരുടെ ഹസ്ബൻഡും കുട്ടികളൊക്കെ തന്നെയായിരിക്കും. പക്ഷെ ഇവർ ഏറ്റവും അധികം വെറുപ്പിക്കുന്നത് ഇവർ തന്നെയായിരിക്കും. അപ്പോൾ ഈ കുട്ടികളുടെ കാര്യത്തിൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇങ്ങനെ ടോക്സിക് അമ്മയാണെങ്കിൽ ഈ കുട്ടിക്ക് ഒരു 10 വയസ്സിലോ 15 വയസ്സിലോ ഒരു ഇഷ്യൂ ഉണ്ടായ കുട്ടി ഒരിക്കലും അത് അമ്മയോട് വന്ന് പറയില്ല. കാരണം അമ്മ കുറ്റപ്പെടുത്തുള്ളൂ. കുട്ടിയുടെ ഭാഗത്ത് ശരിയോ തെറ്റോ എന്നുള്ളതല്ല. നമുക്ക് ആ പ്രായത്തിലൊരു കുട്ടി, എല്ലാ മനുഷ്യരും തെറ്റുകൾ, അതങ്ങനെയാണ് എല്ലാ റിലേഷൻഷിപ്പിലും ഈ അടിയും പിടിയും ഒക്കെ ഉണ്ടാവും അല്ലേ? പക്ഷെ എന്നിരുന്നാൽ തന്നെയും നമുക്കൊരു സെക്യൂരിറ്റി വേണം ആ റിലേഷൻഷിപ്പിൽ. എനിക്കൊരു പ്രശ്നം വന്നാൽ, അതായത് ഇപ്പൊ എനിക്ക് എന്റെ ഹസ്ബൻഡിനോട് എല്ലാം തുറന്നു പറയാൻ സാധിക്കണില്ല, എനിക്ക് എഡിറ്റ് ചെയ്ത് പറയേണ്ടി വരും. ഇനി തിരിച്ചാണെങ്കിൽ തന്നെയും ഇപ്പൊ നിങ്ങൾ വണ്ടിയിൽ ഇന്ന് ഡ്രോപ്പ് ചെയ്തത് ശാലിനിനെ ആയിരിക്കാം, പക്ഷെ നിങ്ങൾക്ക് നിങ്ങളുടെ ഭാര്യയോടില്ല ഞാൻ ബിനുസാറിനെ ഡ്രോപ്പ് ചെയ്യേണ്ടതെന്ന് പറയേണ്ടി വന്നാൽ, അല്ല നമ്മൾ ഇതിൽ മാറേണ്ടതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഒരു പെൺകുട്ടി കല്യാണം കഴിച്ച് ഹസ്ബൻഡിൻ്റെ വീട്ടിലേക്ക് വരും എന്നാണ് പറയുന്നത് അല്ലേ? അല്ലാണ്ട് ഹസ്ബൻഡ് അങ്ങോട്ട് പോകുന്നില്ല. അപ്പോൾ ആ പെൺകുട്ടീനെ സംബന്ധിച്ചിടത്തോളം പുതിയ കൾച്ചർ, പുതിയ ആൾക്കാർ, പുതിയ അച്ഛൻ അമ്മ, അവരുടെ പെരുമാറ്റം എല്ലാം പുതിയതാണ്. അപ്പോൾ ആ ഒരു സംഭവത്തിലേക്ക് വരാൻ നേരത്ത് നമുക്ക് ശരിക്കും പറഞ്ഞാൽ അവർക്ക് ഒരു സ്പേസ് കൊടുക്കണം, ശരിയല്ലേ? അതിലേക്ക് കംബാക്ക് ചെയ്യാനായിട്ട് നമ്മളോട് നമ്മളെ സംബന്ധിച്ച് നമ്മൾ 25 വർഷമായിട്ട് താമസിച്ചൊരു വീട്ടിൽ വീണ്ടും താമസിക്കുന്നു, നമ്മൾ സംസ്കാരം എല്ലാ സാധനവും നമുക്ക് അറിയാവുന്ന സംഭവം. ഈ പെൺകുട്ടി വരാൻ നേരത്ത് ഈ പെൺകുട്ടി ഇത് കോപ്പപ്പ് ആവാനായിട്ട് അവർക്കൊരു ടൈം വേണം. അപ്പോൾ ആ ഒരു സമയം കൊടുക്കാതെ എല്ലാ കാര്യത്തിനും കുറ്റം പറയാൻ നേരത്ത് ഓട്ടോമാറ്റിക് എന്ത് ചെയ്യും, ഇതിനോട് കോപ്പപ്പ് ചെയ്യാനായിട്ട് എന്ത് ചെയ്യും, ആദ്യം അഡ്ജസ്റ്റ് ചെയ്യാൻ നോക്കും, പിന്നെ റെസിസ്റ്റ് ചെയ്യാൻ നോക്കും. പിന്നെ നോക്കാൻ നേരത്ത് എന്താണ്, നല്ല രീതിയിൽ റെസിസ്റ്റ് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ടെന്നുണ്ടെങ്കിൽ ഒന്നും ചെയ്യണ്ട.
പിന്നെ അത് മാത്രമല്ല, അതിൻ്റെ പേരിൽ ഒരുപാട് പ്രതിഷേധങ്ങളുണ്ട് വീട്ടിൽ. സാധനങ്ങൾ എറിഞ്ഞു പൊട്ടിക്കുക, കുട്ടികളെ ഉപദ്രവിക്കുക, അല്ലെങ്കിൽ ഇപ്പം എന്തെങ്കിലും ഫോണൊക്കെ എറിഞ്ഞു പൊട്ടിക്കുക, അങ്ങനത്തെ എന്താ പറയുക, ഭയങ്കര ഒരു വയലൻസ് ഒക്കെ കാണിക്കുക. ജഡ്ജ്മെന്റിലും ആയിരിക്കും. നമ്മളെ അടിച്ചിരുത്താൻ വേണ്ടിയിട്ട് നമ്മുടെ പാസ്റ്റിൽ ഉണ്ടായ മിസ്റ്റേക്സ് വരെ വിളിച്ചു പറയുന്നവരാണ് ഈ ടോക്സിക് പീപ്പിൾ. കല്യാണത്തിന് മുന്നേ ഇങ്ങനെയൊക്കെ ചെയ്തില്ലേ, അവളുടെ കൂടെ നടന്നില്ലേ, ഇവളുടെ കൂടെ ഒന്നും വേണ്ട, കല്യാണം കഴിഞ്ഞ് വിരുന്നിന് വന്നപ്പം എനിക്ക് വിളമ്പുന്നേ കാണുമ്പോൾ നിങ്ങൾ ആദ്യം വിളമ്പി കഴിച്ചില്ല എന്നൊക്കെ ഉള്ളതായിരിക്കും പ്രശ്നമായിട്ട് എടുത്ത് പറയാം. പക്ഷേ ബേസിക്കലി ഒരു മനുഷ്യൻ ആഗ്രഹിക്കുന്നത് എന്താ, സമാധാനത്തോടു കൂടി ജീവിക്കണം എന്നാ. അപ്പൊ ഈ രീതിയിൽ ഒരു വ്യക്തി നമ്മുടെ വീട്ടിൽ നമ്മുടെ സ്പൗസ് ആയിട്ടുള്ളപ്പോൾ പുറത്ത് നമ്മുടെ സൗഹൃദത്തിൽ നമ്മളോട് വളരെ സോഫ്റ്റ് ആയിട്ട് പെരുമാറുകയും ആ സാരമില്ല ഇങ്ങനത്തെ പ്രശ്നമുണ്ടെന്ന് മനസ്സിലാക്കുകയും ചെയ്യുന്ന ഒരാൾ വരുമ്പോൾ ഓട്ടോമാറ്റിക്കലി അതിലേക്ക് ഒരു ചായ്വ് വരും. പല റിലേഷൻഷിപ്പുകളും പുറത്തേക്ക് പോകുന്നതിന്റെ ഒരു റീസൺ ഇതാണ്. ഒരു രാമനൊക്കെ കടന്നു വരുന്നത് ലേതൻ തോട്ടമൊക്കെ ഒറ്റ റീസന്റെ പുറത്താ. പിന്നെ നമ്മളിപ്പോ മൊത്തത്തിൽ നമ്മളൊന്ന് ഇതായിട്ട് പറയുകയാണെങ്കിൽ പെയിൻ ഏറ്റവും കൂടുതൽ ഒരു റിലേഷൻഷിപ്പിൽ, അതായത് നമ്മൾ ഒരു റിലേഷൻഷിപ്പ് ഉള്ളതിൽ അതിൽ പെയിൻ ആണ് ഏറ്റവും കൂടുതലെങ്കിൽ, അതായത് ഒരു മാസത്തിൽ 20 ദിവസവും വഴക്കടിച്ചിട്ട് ഒരു 10 ദിവസം ഒരു സ്നേഹം, അതിനെ നമുക്ക് ടോക്സിക് റിലേഷൻഷിപ്പ് എന്ന് വിളിക്കാം. അതായത് നമ്മൾ ഹാപ്പി ആയിരിക്കാനാണ്. മറ്റേ ആവേശത്തിൽ അമ്മ ചോദിക്കണ പോലെ മോനെ ഹാപ്പി അല്ലേ, ഇത് നമ്മളോട് ചോദിക്കുമ്പോൾ നമ്മൾ കൺഫ്യൂസ്ഡ് ആവണം. ഞാൻ ഇയാളുടെ കൂടെയുള്ള ലൈഫിൽ ആണായാലും പെണ്ണായാലും ഞാൻ ഹാപ്പി ആണോ എന്ന് എനിക്ക് തന്നെ ഒരു കൺഫ്യൂഷൻ ഉണ്ടാവുന്ന ഒരു സ്റ്റേജില്ലേ. അതായത് പെയിൻ ആണ് അവിടെ കൂടുതലെങ്കിലും ഉറപ്പിച്ചോ അതിൽ നിന്ന് ഇറങ്ങി പോകേണ്ട സമയം അതിക്രമിച്ചിരിക്കുന്നു. ഇനി ഇറങ്ങി പോകാനായിട്ട് വേണ്ടത് വളരെ വലിയൊരു ധൈര്യം വേണം. ആ ധൈര്യത്തിന് നമ്മുടെ കൂടെ ഒരു സപ്പോർട്ട് സിസ്റ്റം ഉണ്ടായിരിക്കണം. അതായത് നമ്മുടെ അച്ഛനോ നമ്മുടെ ബെസ്റ്റ് ഫ്രണ്ട്സോ ആരെങ്കിലും ഉണ്ടായിരിക്കണം. കാരണം ഈ ടോക്സിക് പേഴ്സന്റെ ട്രേറ്റ്സും ഇവർ നമ്മളോട് ചെയ്തിട്ടുള്ള കാര്യങ്ങളൊക്കെ നമ്മൾ ഒരാളോട് തുറന്ന് പറഞ്ഞിട്ടുണ്ടാവണം. കാരണം അങ്ങനെ ഒരാൾ ഇല്ലെങ്കിൽ കുറെ നാൾ കഴിയുമ്പോൾ ഈ ടോക്സിക് പേഴ്സൺ പറയാം അവൾക്ക് എന്തിന്റെ കുറവുണ്ടായിരുന്നു, അവളെ ഞാൻ ഇങ്ങനെ. അതിലും സ്ത്രീകൾക്ക് സപ്പോർട്ട് സിസ്റ്റം ഉണ്ട്. കാരണം എന്താ പറയുക, ഒരാണാണ് ടോക്സിക് ആയ ഭർത്താവാണ്, മിക്കവാറും അടിയൊക്കെ ഉണ്ടാവുമായിരിക്കും. അതൊരു അടിയുടെ പാട് കാണിച്ചു കൊടുക്കണമെങ്കിലും പുറത്തെ ആൾക്കാർക്ക്, ഇപ്പൊ കുറച്ച് വിവരമുള്ള ആൾക്കാർക്ക് മനസ്സിലാവും അവൻ ഉപദ്രവിക്കുന്നുണ്ട്, അതിൽ നിന്ന് പുറത്ത് കിടക്കണമെന്ന്. ഒരു പെണ്ണ് ഭാര്യയുടെ കയ്യിൽ നിന്ന് അടി കിട്ടുന്ന എത്രയോ ഭർത്താക്കന്മാരുണ്ടെന്ന് അറിയോ. അവര് സങ്കടം തോന്നും. കാരണം അവർക്ക് തിരിച്ചവരെന്ന് അടിച്ചാൽ അവളുടെ തീരും, അത്രേ ഉള്ളൂ അവളുടെ ആരോഗ്യം. അത് ആലോചിച്ചിട്ട് അവര് ആൺകുട്ടികളുടെ പല ആൾക്കാരുമായിട്ടുള്ള ചർച്ചയിലൊക്കെ വരുന്നതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഈ സ്ത്രീ പീഡനം എന്നൊക്കെ പറയുന്നില്ലേ, ഇതൊക്കെ ശരിക്കും പറഞ്ഞു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഒരു ഗിമ്മിക്കാണ്. അത് പുരുഷനെ അടിച്ചിരുത്താനായിട്ടുള്ള ഒരു ഗിമ്മിക്ക് അല്ല, അധിക്ഷേപിക്കണല്ല ഞാൻ പറഞ്ഞത്. ശരിക്കും പറഞ്ഞു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഒരുപാട് അനുഭവിക്കുന്ന പുരുഷന്മാരുണ്ട്. പക്ഷെ ഇവരുടെ കാര്യങ്ങൾ കേൾക്കാനായിട്ട് ആൾക്കാരില്ല. ആകെ കൂടെ കേൾക്കുന്ന ആൾക്കാർ ബാറിലാണുള്ളത്. അവിടെ രണ്ടെണ്ണമൊക്കെ അടിച്ച് ഈ ദുഃഖങ്ങളും കാര്യങ്ങളൊക്കെ പറഞ്ഞു പോകുന്നവരാണ് ഈ പുരുഷ പ്രജകളെല്ലാവരും. അപ്പം ഞാൻ നമ്മൾ പണ്ട് തലയണ മന്ത്രം സിനിമ കണ്ടിട്ടുണ്ട് അല്ലെ, ഉർവശിയുടെ സിനിമ കണ്ടിട്ടുണ്ട്. അപ്പോൾ അതിൽ ഈ ടോക്സിക് വൈഫ് എന്തായിരിക്കണം എന്നുള്ളതിൻ്റെ ഒരു ഐഡിയൽ ആയിട്ടൊരു എക്സാമ്പിളാണ്. അപ്പോൾ ആ കാലഘട്ടമൊക്കെ കഴിഞ്ഞിട്ട് ഇന്ന് പുതിയ ജനറേഷന്റെ കാലഘട്ടത്തിലേക്ക് കുറെ കൂടി ഇവോൾവ് ആയിട്ടുള്ള മനുഷ്യരുടെ കാലഘട്ടത്തിലേക്ക് എന്തുകൊണ്ടാണ് നന്നാവാത്തത്? അതിനെക്കാട്ടും കൂടുതലാണ് ഇപ്പൊ പ്രശ്നം. ഉദാഹരണമുള്ളത് മമ്മൂട്ടിയുടെ ഒരു പടമുണ്ട്, മമ്മൂട്ടി ശ്രീവിദ്യയും പേരായിട്ട്, നമ്മുടെ ഈ പൂങ്കാറ്റിനോടും എന്ന് പറഞ്ഞ പാട്ടുള്ള പടത്തില് മമ്മൂട്ടി ഒരു സൈക്കാട്രിസ്റ്റും വൈഫും ആണ്. എല്ലാവരോടും സംശയം, അങ്ങോട്ട് തിരിയാൻ സമ്മതിക്കില്ല, ഇങ്ങോട്ട് തിരിയാൻ സമ്മതിക്കില്ല. അത് ഭയങ്കര ടോർച്ചറാണ്. ആസ് എ ഹ്യൂമൻ ഭയങ്കര ടോർച്ചറാണ്. അപ്പം ഈ അടി കിട്ടുന്ന ഭർത്താക്കന്മാരുണ്ടല്ലോ, അവർക്കിത് പുറത്ത് പറഞ്ഞാൽ പറയാം അയ്യേ ഭാര്യയുടെ നിന്ന് അടി കൊണ്ട് വാങ്ങി, അവരുടെ സെൽഫ് എസ്റ്റീം പോലും ഇല്ലാതാക്കുന്ന ഒരു സിസ്റ്റമാണ് നമ്മുടെ പുറത്തുള്ളത്. അവർക്കൊരു സപ്പോർട്ട് സിസ്റ്റം ഇല്ല. അവരിനി ആരെങ്കിലും സ്ത്രീ പീഡനം പോലെ പുരുഷ പീഡനം, സ്ത്രീ പീഡനം ഇല്ല എന്ന് പറഞ്ഞ ഇഷ്ടം പോലെ ഉണ്ട്. പക്ഷെ അത്രയില്ലെങ്കിലും വലിയൊരളവിൽ പുരുഷന്മാർ പറഞ്ഞൊരു സാധനം ഉണ്ടല്ലോ, നമ്മളുടെ പങ്കാളിനെ നമ്മൾ പേടിക്കണോ? അതല്ലേ ശരിക്കും ടോക്സിസിറ്റി. നമ്മൾ ഒരേ വൈബിൽ ഒരേ വേവ് ലെങ്ത്തിൽ ഒരുമിച്ച് ജീവിക്കാൻ ആഗ്രഹിക്കുന്ന രണ്ടു പേർക്കിടയിൽ ഈ ഫിയർ അല്ലെങ്കിൽ പേടി എന്നുള്ളൊരു ഫാക്ടർ വന്നാൽ തന്നെ പോയില്ല. ഭാര്യ ഭർത്താവിനെ പിടിക്കുന്നു, ഭർത്താവ് ഭാര്യയെ പിടിക്കുന്നു, ഷോർട്ട് ഫോം പറയാം. അല്ല, ഈ പേടിയെന്നെക്കാട്ടും കൂടുതൽ ഉപരിയെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഒരാൾ ജോലിക്ക് പോയി എല്ലാം അല്ലെങ്കിൽ ബിസിനസ്സിന് പോയി കഷ്ടപ്പെട്ട് വരാൻ നേരത്ത് വീട്ടിൽ ജോലി സ്ഥലത്തോ സമാധാനമില്ല. വീട്ടിൽ വരുമ്പോഴത്തേക്കും ഭാര്യയുടെയും അമ്മയുടെയും അച്ഛൻ്റെയും സഹോദരങ്ങളുടെയും എല്ലാവരുടെയും പ്രശ്നം തീർക്കുന്നത് വെച്ചിട്ടുണ്ടെങ്കിൽ ശരിക്കും പറഞ്ഞാൽ ഈ മാരേജ് എന്ന് പറയുന്ന സംഭവത്തിനെ തന്നെ വെറുത്തു പോകും ആൾക്കാർ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ. അപ്പോൾ എനിക്കൊരു സംഭവം എന്ന് പറയുന്നിടത്ത് വെദർ ഇറ്റ് ഈസ് ടോക്സിക് വൈഫ് ഓർ ഹസ്ബൻഡ്, ഈ മാരേജ് എന്ന് പറയുന്നിടത്ത് ഒരു വലിയ സംഭവമാണ്. പേരൻസിന്റെ മക്കള് പറയുന്നതാണ് ഞങ്ങൾ കല്യാണം കഴിക്കുന്നില്ല, ഇവര് അച്ഛനും അമ്മയും കൂടെ കാണിക്കുന്നതാണല്ലോ കാണുക. എൻ്റെ അച്ഛൻ കിടന്ന് കഷ്ടപ്പെടുന്നത് ഞാൻ കണ്ടിട്ടുണ്ട്, എനിക്ക് അതാവാൻ താല്പര്യമില്ല. അല്ലെങ്കിൽ എൻ്റെ അമ്മ കിടന്ന് കഷ്ടപ്പെടുന്നത് ഞാൻ കണ്ടിട്ടുണ്ട്, എനിക്ക് അതാവാൻ താല്പര്യമില്ല എന്ന് തന്നെയാണ് അവർ പറയുന്നത്.
ഇതിൽ പുരുഷന്മാരും ശ്രദ്ധിക്കേണ്ട ഒരു കേസുണ്ട്. 25 വയസ്സ് അല്ലെങ്കിൽ 30 വയസ്സ് കഴിഞ്ഞ് വിവാഹം കഴിഞ്ഞ ശേഷം ഒരു മേജറായിട്ടുള്ള ഡിസിഷൻ എടുക്കാൻ നേരത്ത് ഞാൻ അമ്മയോട് ചോദിക്കട്ടെ, പച്ച ഷർട്ട് മേടിക്കണം അമ്മയോട് ചോദിക്കട്ടെ എന്ന് ചോദിക്കാൻ നേരത്ത് ഇറ്റ്സ് എ ടോക്സിക് പാരന്റിങ് അല്ലേ? നിങ്ങൾ നോക്കാൻ നേരത്ത് ആഫ്റ്റർ മാരേജ് കഴിഞ്ഞ ശേഷം മെച്യൂർ ആയതിനു ശേഷവും ഒരു ഡിസിഷൻ എടുക്കാനായിട്ട് അച്ഛൻ്റെയും അമ്മയുടെയും ഒരു സഹായം വേണ്ടി വരുന്നു വെച്ചിട്ടുണ്ടെന്നുണ്ടെങ്കിൽ അത് അയാൾ നന്നായിട്ട് വളർത്താത്തതിൻ്റെയാണ്, ആ പാരന്റിങ്ങിന്റെ ഇഷ്യൂ ആണ്. അപ്പോൾ ഒരു ടോക്സിക് പാരന്റിന്റെ മകൻ ഈ ഒരു രീതിയിൽ വെക്കണമെങ്കിൽ മകൾ വരാൻ നേരത്ത് അവർ ടോക്സിക് വൈഫായിട്ട് തന്നെ മാറും. ചേച്ചിക്ക് അത് പറയാൻ പറ്റും. ഒബ്സഷൻ, പൊസസീവ്നെസ്, ഇതൊക്കെ ഒരു ടോക്സിസിറ്റി ആണോ? അബ്യൂസ് എനിക്കറിയാം, അത് ടോക്സിസിറ്റി ആണ്. കാരണം ഒരാളെ ആക്രമിക്കുക, വെർബൽ അക്രമമായാലും അടിക്കുകയാണെങ്കിലും അതൊക്കെ നമ്മൾ കേസ് കൊടുക്കേണ്ട കാര്യങ്ങളാണ്. എന്റെ പാർട്ട്ണറിന് എനിക്ക് കുറച്ചൊരു ഒബ്സസീവ് ആയിരിക്കും, കുറച്ചൊരു പൊസസീവ്നെസ് എനിക്ക് ഉണ്ടായിരിക്കും. എനിക്ക് അത് നാച്ചുറലി എനിക്ക് കുറച്ചുണ്ടാവും. പക്ഷേ എൻ്റെ പൊസസീവ്നെസ് കാരണം ഈ മനുഷ്യൻ വേറെ അവിടെ മിണ്ടാൻ പാടില്ല, നോക്കാൻ പാടില്ല, ചിരിക്കാൻ പാടില്ല, നടക്കാൻ പാടില്ല. ഞാൻ എപ്പോൾ വിളിച്ചാലും ഫോൺ എടുത്തോണ്ടേ ഇരിക്കണം. എവിടെ നിന്ന് ഞാൻ വീഡിയോ കോൾ പറഞ്ഞാലും ചെയ്തോണ്ടിരിക്കും. ആണുങ്ങൾക്കുണ്ട്. രാവിലെ ഓഫീസിൽ വന്നു കഴിഞ്ഞാൽ വീഡിയോ കോൾ എടുത്ത് കാണിച്ചു തരണം. ഓഫീസിന്റെ ബാക്ക്ഗ്രൗണ്ട് കിട്ടുന്ന വിധത്തിൽ വീഡിയോ കോൾ ഇട്ട് കാണിച്ചു കൊടുക്കണം എന്ന് പറയുന്ന ഭർത്താക്കന്മാരുണ്ട്. മിക്സി ഓൺ ചെയ്യുന്ന പറയുന്ന ഭാര്യമാരുണ്ട്. ഇടയ്ക്കിടയ്ക്ക് മിക്സി ഫോൺ ചെയ്തിട്ട് മിക്സി ഓൺ ചെയ്ത് കേൾപ്പിക്കാം. ഒന്ന് പരസ്പരം നമ്മൾ അതെനിക്ക് തോന്നിയിട്ടുള്ള ഒരു കാര്യം എന്താ വെച്ചാൽ ആ പേഴ്സണാലിറ്റിക്ക്, ആ വ്യക്തിക്ക് തന്നെ മറ്റൊരാളെ വിശ്വസിക്കാനോ അങ്ങനെയൊന്നും ഉള്ള ഒരു അവസരം ഒന്നും അവരുടെ ടീനേജിലൊന്നും കിട്ടിയിട്ടില്ല. അവർക്ക് എല്ലാവരും സംശയമാണ്, എല്ലാത്തിനെയും പേടിയാണ്, അവർക്ക് ഭയങ്കര ഇൻഫീരിയോറിറ്റി കോംപ്ലക്സ് ഉണ്ട്. അപ്പം എൻ്റെ ഈ പൊന്നുമുത്തിന് ആരെങ്കിലും എടുത്തുകൊണ്ട് പോകുമോ എന്നുള്ളൊരു പേടിയുണ്ട്. പിന്നെ ഈ അടക്കി ഭരിക്കലാണ് സ്നേഹം, അവരെ പൂട്ടിയിടലാണ് സ്നേഹം എന്നുള്ളൊരു തെറ്റിദ്ധാരണയുണ്ട്. കുട്ടികളുടെ കേസിലും അത് തന്നെയാണ്. നമ്മൾ എൻട്രൻസ് എക്സാം ഒക്കെ എഴുതാൻ വരുമ്പോൾ ചില കുട്ടികളെ കാണാറുണ്ട്, അമ്മയുടെ സാരി തുമ്പൊന്നും അങ്ങോട്ടും ഇങ്ങോട്ടും മാറില്ല. മുട്ടൻ ആമ്പിള്ളേർ, ഒരു 6 അടി പൊക്കട്ടുള്ള ആമ്പിള്ളേർ ഈ അമ്മയുടെ അടുത്ത് മാറില്ല. അമ്മ ആപ്പിൾ എടുത്ത് കൊടുക്കുന്നു, അങ്ങോട്ട് തിരിയാൻ സമ്മതിക്കില്ല, ഇങ്ങോട്ട് തിരിയാൻ സമ്മതിക്കില്ല. അമ്മ വളരെ അഭിമാനത്തോടു കൂടി പറയും, എൻ്റെ മോൻ എന്നോട് ചോദിക്കാതെ ബാത്റൂമിൽ പോലും പോകില്ലാന്ന്. ഈ മോൻ ഒരു പുറത്തെവിടെയെങ്കിലും കോളേജിൽ അഡ്മിഷൻ കിട്ടി പോയിക്കോട്ടെ, അവിടുത്തെ ഏറ്റവും വലിയ അലവലാതി നമ്പർ 1 ഈ മോനായിരിക്കും. കാരണം ഈ പൂട്ടിയിട്ടത് മുഴുവൻ എങ്ങനെങ്കിലും ഫ്രസ്ട്രേറ്റ് ചെയ്ത് കളയണ്ടേ. പിന്നെ ഞാൻ ചോദിക്കട്ടെ, ഇപ്പോൾ നിങ്ങളുടെ ഭാര്യ ഒരു കറി ഉണ്ടാക്കി വെക്കുന്നു, അപ്പോൾ വേറെ റിലേറ്റീവ്സ് ഒക്കെ ഉണ്ട് ഡൈനിങ് ടേബിളിൽ. അപ്പോൾ നിങ്ങൾ ആ റിലേറ്റീവ്സിന്റെ മുമ്പിലൊക്കെ വെച്ച് നീ എന്ത് കറിയടി ഉണ്ടാക്കി വെച്ചിരിക്കുന്നത്, എൻ്റെ അമ്മ ഉണ്ടാക്കുന്ന സാമ്പാറിന്റെ ടേസ്റ്റ് ഇല്ല, സാമ്പാർ കഴിക്കേണ്ടതുകൊണ്ട് പാത്രം കൊണ്ടെടുത്തോണ്ട് മറ്റുള്ളവരുടെ മുന്നിൽ വെച്ച് അടച്ച് അതിപ്പോ ചില ആൾക്കാരുടെ ശീലമാണ്. എന്താണെന്ന് വെച്ചിട്ടുണ്ടെന്നുണ്ടെങ്കിൽ അവരെ സംബന്ധിച്ചിടത്തോളം ഇവരെ എന്താ പറയാ തമാശയ്ക്ക് കളിയാക്കുക എന്നുള്ളൊരു സംഭവം എന്ന് പറയാൻ നേരത്തെ അത് വലിയ ക്രെഡിറ്റ് ആയിട്ട് കാണുന്നുണ്ട്. ഇതിൽ സ്ത്രീകളും ചെയ്യാറുണ്ട് ഇതേ സംഭവം. റിലേറ്റീവ്സും എല്ലാവരും വന്നു കഴിഞ്ഞാൽ ഇയാളെ കൊണ്ട് ഒന്നിനും കൊള്ളില്ല, ഇയാൾ കാശ് ഉണ്ടാക്കുന്നില്ല, ഇയാൾ അത് ചെയ്യുന്നില്ല, ഇയാൾ ചെയ്യുന്നില്ല. ഇയാൾ ഒരു കാര്യം ആലോചിക്കണം, ഇയാൾ ഇവരെ അത്രയും സ്നേഹമായിട്ടാണ് കൊണ്ട് നടക്കുന്നത്, ഇവരുടെ എല്ലാ കാര്യത്തിനും സപ്പോർട്ട് ചെയ്യുന്നുണ്ട്, ഫിനാൻഷ്യലി ഇവർക്ക് വേണ്ട. മിക്കവാറും വീട്ടിൽ വെറുതെ ഇരിക്കണ, ഐ മീൻ ഹൗസ് വൈഫ് ആയിട്ടുള്ള ആളാണ്. വെറുതെ ഇരിക്കണമെന്ന് ഞാൻ പുറത്ത് വേറെ ജോലിക്ക് പോകാത്ത ശമ്പളം വാങ്ങാത്ത ആളാണെങ്കിലും ഫിനാൻഷ്യൽ കാര്യങ്ങൾ വരെ ഈ വ്യക്തിയാണ് ഡീൽ ചെയ്യുന്നത്. എല്ലാം ഈ മനുഷ്യന് ഇയാളുടെ ഈ സ്ത്രീയുടെ കയ്യിലാണ് കൊണ്ടു കൊടുക്കുന്നത്. ഇതൊക്കെ കിട്ടിയാലും അയാളുടെ ബന്ധുക്കളും സുഹൃത്തുക്കളും വരുമ്പോൾ അയാളെക്കുറിച്ച് ഇങ്ങനെ ചറപറാ കുറ്റം പറഞ്ഞുകൊണ്ടിരിക്കാം. കുറച്ചൊക്കെ തമാശയായിട്ട് എടുക്കാം, പക്ഷെ ആ വ്യക്തിയുടെ സെൽഫ് എസ്റ്റീമിനെയാണ് ഇത് അടിച്ചു താഴ്ത്തിക്കൊണ്ടിരിക്കുന്നത്. അമിത സ്നേഹം കൊണ്ട് നമ്മൾ ടോക്സിസിറ്റി തിരിച്ചറിയാണ്ട് പോവാണ്. അതാണ് ഓൾവേസ് നമ്മളൊരു പ്രഷർ കുക്കറിൽ ഇരിക്കുന്ന അവസ്ഥയാണെങ്കിൽ പോലും നമുക്ക് മനസ്സിലാവുന്നില്ല നമ്മൾ വെന്തുകൊണ്ടിരിക്കുകയാണെന്ന്. മെയിനായിട്ടുള്ള കാരണം എന്ന് പറയുന്നിടത്ത് ഈ ഒരു വലിയൊരു കുടുംബത്തിലേക്ക് നമ്മൾ വരുന്നു നേരത്ത് എന്താ ഇവരെ സംബന്ധിച്ചിടത്തോളം ഇവർ ചെയ്യുന്ന പല കാര്യങ്ങളും മറ്റുള്ളവരെയും കൂടെ കൺവിൻസ് ചെയ്യേണ്ട സാധനമായിട്ട് വരുന്നു. അപ്പോൾ ഇതിനൊക്കെ ഒരു സൊല്യൂഷൻ എന്ന് പറയുന്നിടത്ത് നിങ്ങൾ മെച്യൂർഡായി മാരേജ് കഴിഞ്ഞു, അവർ ഇൻഡിപെൻഡന്റ് ആയിട്ട് ജീവിക്കാൻ വിടുക. അവരുടെ ജീവിതത്തിലേക്ക് ഒരുപാട് കുടുംബങ്ങൾ ഇടപഴകുകയും അവിടെ പ്രൂവ് ചെയ്യാനൊന്നും ശ്രമിക്കാതിരുന്നു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഒരു പരിധി വരെ ഇവരുടെ ടോക്സിസിറ്റിയും കാര്യങ്ങളും അവരുടെ ജീവിതം നന്നായിട്ട് പോകും. പിന്നെ അവനവന്റെ ലൈഫിൽ ഒരാൾ, നമ്മുടെ പാർട്ട്ണർ എപ്പോഴും പറയാണ്, എനിക്ക് ഭയങ്കര ബുദ്ധിമുട്ടുണ്ട്, എനിക്കിത് ഭയങ്കര സഹിക്കാൻ പറ്റുന്നില്ല, നീ എന്നെ വേദനിപ്പിക്കുന്നുണ്ട് എന്ന് പറഞ്ഞാൽ അത് മനസ്സിലാക്കാനുള്ള ഒരു മിനിമം സെൻസ് കാണിക്കുക. അത് ഞാൻ ഒരാളെ വേദനിപ്പിക്കുന്നുണ്ടെങ്കിൽ ഒന്ന് ഞാൻ തിങ്ക് ചെയ്ത് നോക്കുക, ഞാൻ അയാളെ വേദനിപ്പിക്കുന്നുണ്ടോ, ഉണ്ടെങ്കിൽ അത് ഇതുവരെ അങ്ങനെ ഒരു മിസ്അണ്ടർസ്റ്റാൻഡിങ് പരസ്പരം സംസാരിച്ചൊന്ന് ഒതുക്കി തീർക്കാൻ നോക്കിക്കഴിഞ്ഞാൽ കുറെ കാര്യങ്ങൾ, ഇതൊരു അസുഖം എന്ന ലെവലല്ലാണ്ട് ബേസിക് ആയിട്ടുള്ള കുറെ കാര്യങ്ങളിൽ നമുക്കൊരു സമാധാനം. മനസ്സ് തുറന്ന് ഹാപ്പിയാണ് എന്ന് പറയാൻ പറ്റണം ഒരു സിറ്റുവേഷൻ നമുക്കും പറ്റണം, നമ്മുടെ സ്പൗസിനും പറ്റണം. തീർച്ചയായിട്ടും. കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും നിങ്ങളിലേക്കെത്താൻ ABC TV സബ്സ്ക്രൈബ് ചെയ്യുക, ബെൽ ബട്ടൺ അമർത്തുക.